ഇതിൽ നമ്മളിപ്പോൾ കാണുന്നത് ഇതിൻ്റെ ഏറ്റവും ഉള്ളിൽ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ പാനൽ വെക്കാം. പാനൽ പക്ഷേ നമുക്ക് കുറച്ച് ക്ലീൻ ചെയ്യാണ്ട്, അതായത് തന്നെ ചൂടായിട്ട് അതിൻ്റെ പോളറൈസ്ഡ് ഷീറ്റൊക്കെ ഉരുകി പിടിച്ചിരിക്കുക അതിന്. അപ്പോൾ നമ്മളത് കുറച്ച് ബുദ്ധിമുട്ടാണ്, അതിന് മുഴുവൻ വീഡിയോസ് എടുത്തിട്ടില്ല. അത് നമ്മൾ പറിച്ചെടുത്ത് ആ പോളറൈസ്ഡ് ഷീറ്റ് അതിന് മുകളിൽ നിന്ന് പറിച്ചെടുത്ത് അതിന് മുകളിൽ പുതിയ ഷീറ്റ് ഒട്ടിക്കും. പറിച്ചെടുത്ത് കഴിഞ്ഞ് കുറേ പശ പോലെയൊക്കെ ഉണ്ടാവും അവിടെയൊക്കെ ആയിട്ട്. അത് നമ്മൾ ചുരണ്ടി ബ്ലേഡ് കൊണ്ട് ചുരണ്ടി കളഞ്ഞ് നമ്മളത് ടിന്നറൊക്കെ വെച്ച് തുടച്ച് നല്ല ക്ലിയറാക്കി എടുത്തതിന് ശേഷം നമുക്ക് പുതിയ ഒട്ടിക്കുമ്പോൾ ബബിൾസൊക്കെ വരാൻ സാധ്യതയുണ്ട്. കറക്റ്റായിട്ട് ഒട്ടിച്ചാൽ മാത്രമേ ആ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. ബബിൾസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ ഒരു ചെറിയൊരു ഉണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. പറിച്ചെടുക്കുക ഫസ്റ്റ്. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഈ പാനലിൻ്റെ വളരെ തിന്നാണ്, ഒരു ഏകദേശം ഒരു ചട്ടക്കടലാസിൻ്റെ കനാണുള്ളൂ. രണ്ട് സൈഡിൽ പോളറൈസ് ഇട്ടിട്ട് ഒട്ടിച്ചുള്ളതും പറിച്ച് കഴിഞ്ഞാൽ പിന്നെ വളരെ തിന്നായിട്ടുള്ളൊരു ഗ്ലാസ്സാണ്. ഇതിൻ്റെ പാനലിൽ നിന്ന് പറഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള ഗ്ലാസ്സാണ്, പെട്ടെന്ന് പൊട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് പതുക്കനെ വേണം ഇത് പറിച്ചെടുക്കാനായിട്ട്. നമ്മൾ ആ പോളറൈസ്ഡ് ഷീറ്റ് പതുക്കെ പറിച്ചെടുക്കുക. നന്നായി ശ്രദ്ധിക്ക് പറിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇത് പൊട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ആ വെള്ള കളറിൽ കണ്ടില്ലേ ഒരു പശയാണ്, അത് നമ്മളത് പോളറൈസ്ഡ് ഷീറ്റ് പറിച്ചെടുക്കുമ്പോൾ ഉണ്ടാവുന്ന അതിൻ്റെ ബാക്കിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന പശയാണ്, അത് ഉരുകി പിടിച്ചെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമുക്കത് ബ്ലേഡ് വെച്ച് നന്നായി ചുരണ്ടി എടുക്കണം. ഞാൻ ഫുള്ളായിട്ട് ചുരണ്ടണത് കാണിക്കുന്നില്ല, അത് വളരെ ഏകദേശം ഒരു 5-6 മണിക്കൂർ നേരത്തെ സമയം എടുത്തതാണ് ഇതിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ചീകി അതൊന്ന് എടുക്കണം. നമുക്കത് ഫുള്ളായിട്ട് ചീകി എടുത്ത് ഫുള്ള് തുടച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്ക് പുതിയത് ഒട്ടിക്കാം. ഫുള്ളായിട്ട് നമ്മളിത് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ നമുക്കിത് പുതിയ പോളറൈസ്ഡ് ഷീറ്റ് ഒട്ടിക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് നമുക്കിതെല്ലാം ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് പുതിയത് ഒട്ടിക്കാം.
നമ്മളത് ഒട്ടിക്കണ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. വീഡിയോ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഏകദേശം ഒരു പകുതിയോളം ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കിത് ബാക്കി ഒട്ടിക്കാം. ബബിൾസ് ചെറുതായിട്ട് വരുന്നുണ്ട്. പിന്നെ അതിന് മുകളിലൊരു ഷീറ്റും കൂടി ഉണ്ട്. നമ്മളത് പറിച്ച് കളയുമ്പോൾ കുറേ ബബിൾസ് ആ മുകളിലത്തെ ഷീറ്റിലാണ് വരിക. നമ്മൾ ഇപ്പോൾ കറക്റ്റ് ബബിൾസ് വരാതിരിക്കാനായിട്ട് നമ്മളൊരു സ്കെയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വൈപ്പർ പോലത്തെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളിങ്ങനെ പതുക്കെ ആക്കി കൊടുത്ത് ചെയ്താൽ മതി. ബബിൾസ് അധികം വരില്ല. ഇതിൽ ചെറുതായിട്ട് ബബിൾസ് വന്നിട്ടുണ്ട്. നമുക്ക് ഏറ്റവും പൊടിയൊന്നും ഇല്ലാത്ത നല്ല ക്ലിയർ ആയിട്ട് സ്ഥലത്ത് വെച്ച് വേണം ചെയ്യാൻ. ഏതെങ്കിലും ഒരു പൊടിയുടെ ഒരു അംശം അവിടെ ഇവിടെയൊക്കെ തരിയുണ്ടെങ്കിൽ അവിടെയൊക്കെ ബബിൾ വരും. നമ്മളത് ക്ലിയർ ആയിട്ട് ചെയ്യാം. കറക്റ്റായിട്ട് ലെവലൊക്കെ നോക്കിയിട്ട് അത് കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ബബിൾസ് മാക്സിമം വരാണ്ട് ഒട്ടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇത് വീട്ടിൽ വെച്ചാൽ ചെയ്യണത്. നമ്മളിത് അതിൻ്റെ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കുറവാണ്. ഇപ്പോൾ വീട്ടിൽ ലോക്ക്ഡൗൺ ആയതുകൊണ്ടുള്ളത് വെച്ച് ചെയ്യാമെന്നുള്ളൂ. ശരിക്കും നമ്മളിത് സർവീസ് റൂമിൽ വെച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനേതായിട്ടുള്ള മെഷീനറീസും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ബബിൾസ് ഒന്നും വരാണ്ട് ചെയ്യാൻ പറ്റും. അതിനുള്ള ഇതിൻ്റെ നമ്മൾ ഒട്ടിക്കുന്നതിന് മുമ്പ് ഒരു ലിക്വിഡ് ഒഴിച്ച് നന്നായി ക്ലീൻ ചെയ്ത് നമ്മൾ ഈ മൊബൈലിൻ്റെയൊക്കെ ഒട്ടിക്കില്ലേ, മൊബൈലിൻ്റെയൊക്കെ നമ്മൾ ടെമ്പർ ഗ്ലാസ് ഒക്കെ ഒട്ടിക്കുന്ന പോലെ ക്ലീനിങ് പ്രോസസ്സ് അത് നന്നായി ക്ലീൻ ചെയ്താലും നമുക്കിവിടെ പൊടി വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ വലിയ ഷീറ്റ് ആയതുകൊണ്ട് നമ്മൾ തൊട്ടിച്ച് ഒരു സൈഡിൽ നിന്ന് വരുമ്പോഴേക്ക് ഈ സൈഡിൽ നിന്ന് ചെറുതായിട്ട് പൊടി കയറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിത് നന്നായി പതുക്കെ ഒട്ടിക്കുക. പിന്നെ നമുക്ക് ഇവിടെയുള്ള ഇത് വെച്ചിട്ട് നമ്മൾ എ.ടി.എം കാർഡിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണേ. സ്കെയിലും കാര്യങ്ങളൊന്നും കിട്ടിയില്ല ഈ സമയത്ത്. അത് അത്യാവശ്യം നന്നായിട്ട് ക്ലിയറായി വരുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് ബബിൾസ് ഉള്ളൂ. പിന്നെ ഇതിൻ്റെ മുകളിലത്തെ ഷീറ്റിൽ ബബിൾസ് വരും. അത് നമ്മൾ അവസാനം പറിച്ച് കളയുമ്പോൾ ആ ബബിൾസും പോയി കിട്ടും. നമ്മൾ ഏകദേശം എത്താറായി, അവസാനമായി. ഓൾമോസ്റ്റ് ഒട്ടിച്ച് കഴിയാറായി. ഇനിയൊരു വളരെ കുറച്ച് ശതമാനം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ബബിൾസ് ചെറിയ ബബിൾസൊക്കെ നമുക്ക് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ബബിൾസ് കാണുന്നതൊക്കെ നമ്മളിപ്പോൾ മാക്സിമം കാണുന്നത് കളയാൻ പറ്റുന്ന അത്രയും ബബിൾസ് ഒന്നുകൂടി കളയും. അതിനുശേഷം നമുക്ക് അതിൻ്റെ പുറമേലൊരു ഷീറ്റ്, സ്ക്രാച്ച് വരാതിരിക്കാനായിട്ടൊരു ഷീറ്റ് ഉണ്ട്. ആ ഷീറ്റ് പറിച്ച് കളയും. അപ്പോൾ നമുക്ക് ആ ഷീറ്റ് പറിച്ച് കളഞ്ഞാൽ നമുക്ക് ആ ഷീറ്റിൻ്റെ ഉള്ള ചെറിയ ബബിൾസൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ആ ബബിൾസൊക്കെ നമുക്ക് പോയി കിട്ടും. ആ ഷീറ്റിൽ കുറേ ബബിൾസൊക്കെ നമുക്ക് ആ ഷീറ്റിലും വരുന്നതാണ്. ഉള്ളിൽ നമുക്ക് കാണുന്ന മുഴുവൻ ബബിൾസും ഉള്ളിലുള്ളതല്ല. അപ്പോൾ അത് ക്ലിയറായി കിട്ടും.
ടൈറ്റായിട്ട് ആ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഫ്രെയിം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കത് സ്ക്രൂ ടൈറ്റ് ചെയ്യാം. സ്ക്രൂ ടൈറ്റ് ചെയ്യുമ്പോൾ ഫുൾ ടൈറ്റ് പ്രസ് അത്രയും ആവണ്ട, ഒരു നമ്മുടെ ഹാൻഡ് ടൈറ്റ് പ്രസ് ആവണം, അത്രയും ചെയ്ത് നിർത്താം. ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആയാൽ മതി. സ്ക്രൂകളൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിലുള്ള സർക്യൂട്ട്സും മെയിൻ ബോർഡും പവർ ബോർഡും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ ഇതിൻ്റെ മെയിൻ ബോർഡ് പാനലിൻ്റെ ബാക്കിലായിട്ട് നമ്മളിതിൻ്റെ മെയിൻ ബോർഡ്, പവർ ബോർഡ്, അതിൻ്റെ ബാക്കിലേക്കുള്ള സപ്ലൈ കാര്യങ്ങളൊക്കെ നമ്മൾ അതൊരു ഫ്രെയിമിലായിട്ട് നമുക്കത് വെച്ചേക്കണേ. അപ്പോൾ അതങ്ങനെ തിരിച്ചതിന് ബാക്കിൽ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ടി വിയുടെ ഫ്രെയിമിലേക്ക് അതെടുത്ത് വയ്ക്കാം. നമ്മുടെ ടി വിയുടെ ഔട്ടർ പ്ലാസ്റ്റിക് ഫ്രെയിമിലേക്ക് നമ്മളതെടുത്ത് വെച്ച് നമുക്കത് കവർ ചെയ്യാം. അതിൻ്റെ കുറച്ച് സ്പീക്കറിൻ്റെ കണക്ഷൻസ്, അതിൻ്റെ ബട്ടൺസിൻ്റെ കണക്ഷൻസ്, നമുക്ക് കൺട്രോളിങ് ബട്ടൺസ് ഉണ്ടല്ലോ, വോളിയം കൺട്രോൾ, ചാനൽ കൺട്രോൾ, അതുപോലെ ഇൻപുട്ട്, അങ്ങനത്തെ ബട്ടൺസൊക്കെ കണക്ട് ചെയ്ത്, അതുപോലെ റിമോട്ടിൻ്റെ സെൻസറൊക്കെ കണക്ട് ചെയ്തതിന് ശേഷം നമുക്കിതിന് അടച്ചു വയ്ക്കാം. നമ്മളിതിൻ്റെ വർക്കിംഗ് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ജസ്റ്റ് ഇത് അടച്ചു വെച്ചാൽ മതി.
നമുക്ക് അതിൻ്റെ കൺട്രോളിങ് സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാം. നമുക്കിത് കവർ ചെയ്യാം. ഇതിൻ്റെ നമ്മുടെ എല്ലാ വർക്കുകളും കഴിഞ്ഞ് ജസ്റ്റ് ഇത് കവർ ചെയ്ത് നമുക്കിത് വർക്ക് ചെയ്ത് നോക്കാം. നമുക്കതിൻ്റെ ബാക്ക് കവർ ഫിക്സ് ചെയ്യാൻ നമുക്കിതിൻ്റെ ബാക്ക് കവർ ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി അത് വാളിൽ ഫിക്സ് ചെയ്യാം. വാളിൽ ഫിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമുക്കത് വർക്ക് ചെയ്ത് നോക്കാം.